ഒരുപാട് റെമഡികൾ മാറി മാറി പരീക്ഷിച്ചിട്ടും സ്കിന്നിന് ഒരു വ്യത്യാസവും കാണുന്നില്ലേ? ഫേസ് ഡള്ളായിട്ട് തന്നെ ഇരിക്കുവാണോ? ഫേസും ബോഡിക്കും ഒരു മാറ്റം ഇല്ലെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെമഡി ഒന്ന് പരീക്ഷിച്ച് നോക്കിയേ. വളരെ കുറഞ്ഞ ദിവസം, ഒരു 10 ദിവസം ഇത് അടുപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസും ബോഡിയും നല്ല പളുപള വെളുത്ത് നല്ല മിന്നി തിളങ്ങാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. കണ്ടിട്ട് ഈ ഒരു റെമഡി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും. നിങ്ങളൊരു ബോയ് ആവട്ടെ ഒരു ഗേൾ ആവട്ടെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ റെമഡി പരീക്ഷിച്ച് നോക്കാം. പരീക്ഷിച്ച് വിജയിക്കുന്ന ഒരു 100% റിസൾട്ട് തരുന്ന ഒന്നാണിത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവർഷ ആശംസകൾ. കുറച്ച് ലേറ്റായി പറയാനായിട്ട്, നമ്മുടെ പുതുവർഷത്തിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നമുക്ക് വേണ്ടതൊരു ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അലോവേര ജെൽ, പാരാബൻ ഫ്രീ ആയിട്ടുള്ള നല്ല നമുക്ക് വിശ്വാസയോഗ്യമായ ഒരു അലോവേര ജെൽ യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പതഞ്ജലിയുടെ അലോവേര ജെല്ലാണ്. വവിൻ്റെ അലോവേര ജെല്ലും നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കുങ്കുമാതി തൈലമാണ്. ആയുർവേദ മെഡിക്കൽ ഷോപ്സിലൊക്കെ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു 10 തുള്ളിയോളം വേണം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എക്സ്ട്രാ ഡ്രൈ സ്കിൻ ആണെങ്കിൽ വെന്ത വെളിച്ചെണ്ണ. ഇത് നമുക്കിതാ കൊക്കോ ഡ്രോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. നെക്സ്റ്റ് നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 വലിയ സ്പൂൺ അലോവേര ജെല്ലാണ്. നമ്മൾ സ്പൂൺ അളവിൽ എടുക്കും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടത് കിട്ടും. അലോവേര ജെല്ല് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തു. നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് ഒരു 10 തുള്ളി കുങ്കുമാതി തൈലം ചേർത്ത് കൊടുക്കാം. കറക്റ്റായിട്ട് എടുക്കാം. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 5 അല്ലിയുടെ ജ്യൂസാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല, ഏകദേശം ഒരു 5 സ്പൂണിനടുത്ത് ജ്യൂസ് ഉണ്ടാവും. ഇനി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം നന്നായിട്ടിത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പോൾ ഫേസിൽ നമ്മൾ മാത്രമായിട്ട് ഉപയോഗിക്കുക. ചിലർക്ക് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ കോക്കനട്ട് ഓയിലൊക്കെ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ സ്കിപ്പാക്കാം. അല്ലാത്തവർക്ക് ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ കോക്കനട്ട് ഓയിലൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് കട്ടിയുള്ളൊരു ക്രീം പോലെ ആവും. അപ്പോൾ നമുക്ക് ഇത് ആണ് യൂസ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ളതും വളരെ ഈസി ആയിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ബോഡി ആൻഡ് ഫേസ് സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ഒരു ക്രീം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മസാജിങ് ക്രീം എടുക്കുക. ഇതിലേക്ക് നമുക്ക് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യണം. ബ്രൗൺ ഷുഗറും ഇതുപോലെ തന്നെ നമുക്ക് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ ഷുഗറിനേക്കാളും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാൻ 1 സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഈക്വലായിട്ട് തന്നെ നമ്മുടെ ബ്രൗൺ ഷുഗർ ചേർത്തിരിക്കുകയാണ്. ബോഡിയിൽ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 5 സ്പൂണെങ്കിലും വേണ്ടി വരും. അപ്പം ഈക്വൽ എടുത്തിട്ട് നമ്മൾ ബോഡി സ്ക്രബായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഫേസിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1:1, അതായത് 1 സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ബ്രൗൺ ഷുഗറായിട്ട് നമുക്ക് യോജിപ്പിച്ച് ഫേസിലും കഴുത്തിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ബോഡിയിലാകുമ്പോൾ നമുക്ക് 5 സ്പൂൺ വീതം എടുക്കുക. അതിനുശേഷം ബോഡിയും നമുക്ക് ഫേസും ഈ രീതിയിൽ ഇതിങ്ങനെ നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം നമുക്ക് ഈ ഒരു രീതിയിൽ ഫേസും ബോഡിയും സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതും നമുക്ക് നന്നായിട്ട് സ്കിന്നിലെ ഡെഡ് സ്കിന്നൊക്കെ മാറിയിട്ട് നല്ല ഗ്ലോ ആയിട്ടും ബ്രൈറ്റായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. ഈ ഒരു ഫേസ് മസാജിങ് ക്രീം ഉപയോഗിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് നമുക്കിത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ക്ലെൻസിങ് മിൽക്ക് അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ മിൽക്ക് ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യുക. ഡേർട്ടൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ആഴ്ചയിൽ 1 ദിവസമാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് ഫേസും കഴുത്തും സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മസാജിങ് ക്രീം നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും തേച്ച് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് മസാജ് ചെയ്യാം. ചുണ്ടിന് ചുറ്റുമുള്ള കറുത്ത പാട്, അതുപോലെ തന്നെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ചിലർക്ക് കറുത്ത പാടുകൾ വരും. ആ പാട് മാറാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കരിവാളിപ്പ്.
നമ്മളുടെ ഫേസിൽ വെയിൽ കൊണ്ട കരുവാളിപ്പ്, കഴുത്തിലെ കറുപ്പ് ഇതൊക്കെ മാറാനായിട്ടും ഈ ഒരു റെമഡി നമ്മളെ സഹായിക്കും. ഒരു 10 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല എഫക്റ്റീവുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കത് ഇതുപോലെ തന്നെ നമുക്ക് ലിപ്സിൽ ഇത് നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. ലിപ്സിൽ തേച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടുള്ളൊരു മസാജ് കൊടുക്കുക. നമുക്കിത് സ്ക്രബില്ലേ അത് തന്നെ നമുക്ക് നമ്മുടെ ലിപ്സിൽ യൂസ് ചെയ്യാം കേട്ടോ. ലിപ്സിലുള്ള ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന് പോയിട്ട് നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടും ഈ ഒരു റെമഡി നമ്മളെ സഹായിക്കും. അപ്പോൾ 5 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഒരു 20 മിനിറ്റ് അങ്ങനെ തന്നെ നമ്മളെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് വെക്കാം. അതിന് ശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക. അതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഉറങ്ങാവുന്നതാണ്. ഇത് ഏറ്റവും നല്ലത് ഈവനിങ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ്. അത് പകൽ യൂസ് ചെയ്യേണ്ട. ഏറ്റവും നന്നായിട്ട് നമ്മൾ ഈവനിങ് ഒരു 5 മണിക്ക് ശേഷം ഈ ഒരു റെമഡി യൂസ് ചെയ്യാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. കല്യാണം കഴിക്കാൻ പോകുന്നവർക്കൊക്കെ ഈ ഒരു റെമഡി ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മൾ എല്ലാ ദിവസവും ഈ റെമഡി ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ജ്യൂസും കൂടെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഓറഞ്ചാണ് ഏറ്റവും നല്ലത്. സ്കിൻ വൈറ്റനിങ് വളരെ സഹായിക്കുന്ന ഒന്നാണ് ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ ഡെയിലി നമ്മൾ ഓറഞ്ച് ജ്യൂസ് കൂടെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓറഞ്ച് ജ്യൂസ് സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ റെമഡി ചെയ്യുന്നതിനോടൊപ്പം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓറഞ്ച് ജ്യൂസ് മസ്റ്റായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് നമുക്ക് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നെല്ലിക്ക ജ്യൂസ്, അതല്ലെന്നുണ്ടെങ്കിൽ മുകളിൽ ഞാൻ ലിങ്ക് ഇടാം, ABC ജ്യൂസോ നിങ്ങൾ മസ്റ്റായിട്ടും കുടിച്ചിരിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും റിസൾട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയാർന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.